ആയി ഒരു വീഡിയോ കേട്ടിട്ട് കുറച്ചാളൊക്കെ ചോദിക്കുന്നുണ്ട് എന്തേ വീഡിയോ ഇടാത്തത്. സത്യം പറഞ്ഞാൽ മടിയാണ്, അതുപോലെ തന്നെ പറയാനൊന്നുമില്ല എനിക്ക്. അതുകൊണ്ടൊരു വീഡിയോ ഒന്നും ഞാനങ്ങനെ ചെയ്യാത്തത്. പിന്നെ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഓരോ ദിവസം ഡ്യൂട്ടിക്ക് പോകും. ഇങ്ങനെ പോകുന്ന വഴിക്ക് ഞാൻ കുറച്ച് വീഡിയോ എടുക്കും. പിന്നെ ഞാൻ വെച്ച് വേണ്ട പോസ്റ്റ് ചെയ്യണമെന്ന് വെച്ചിട്ട് അതങ്ങ് ഡിലീറ്റ് ചെയ്യും. പിന്നെ ഓണമൊക്കെ ആവാനായി, നാട്ടിലെല്ലാവരും പൂട്ട് തുടങ്ങിയിട്ടുണ്ടാവും. ഇവിടെ ഒരു പൂ ഇടാൻ പോയിട്ട് ഒരു ഇല പോലും നല്ലതില്ല. അതാണ് അവസ്ഥ. സാറില്ല, നമുക്ക് ഓണത്തിന് ചിലപ്പോൾ ലീവ് കിട്ടും. ലീവ് കിട്ടിയാൽ എന്താ ചെയ്യുക, വീട്ടിൽ നിന്ന് ജസ്റ്റ് സദ്യ കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കൽ മാത്രമായിരിക്കും. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് ഒരു ധാവണിയൊക്കെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. അതിട്ട് നമുക്ക് കുറച്ച് വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കാം. അതൊക്കെയാണ് ഇപ്പം എൻ്റെ തൽക്കാലത്തെ ഒരു ഓണത്തിൻ്റെ പ്ലാനൊക്കെ ഉള്ളത്. പിന്നെ കുറേ കാലമായില്ലോ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് ഞാൻ സംസാരിച്ചിട്ട്. അപ്പോൾ ആ ഒരു ഫ്ലോ പോയി എനിക്ക് എന്താ പറയേണ്ടത് അങ്ങനെയൊന്നും കിട്ടുന്നില്ല, ശരിയാക്കണം. പിന്നെ ഇന്നത്തെ പരിപാടി എന്താ, ഡ്യൂട്ടിക്ക് പോകണം. ഇന്ന് 1 to 9 ഡ്യൂട്ടി. പക്ഷേ 11:30 നമുക്ക് ബസ് കയറേണ്ടതുണ്ട്. അപ്പം ബസ് കയറാൻ വേണ്ടിയിട്ട് സ്റ്റോപ്പിലേക്ക് പോകുന്നു. ആസ് യൂഷ്വൽ നല്ല വീടുണ്ട്. ഞാനിങ്ങനെ ആൾക്കാരില്ലാത്ത വഴിയിലേക്കൂടെ മാത്രമേ വീഡിയോ എടുക്കുള്ളൂ. പക്ഷേ തൊട്ടിപ്പുറത്ത് നല്ല റോഡാണ്. അപ്പോൾ കാറിൽ ഓടിച്ച് വരുന്നവരൊക്കെ ഇങ്ങനെ ഇപ്പോൾ വീഡിയോ കോൾ ചെയ്യുന്നതാണോ വീഡിയോ എടുക്കുന്നതാണോ തിരിയാത്ത അവസ്ഥയല്ല ഇങ്ങനെ നോക്കും. എന്നാലും എനിക്ക് ചെറിയൊരു നാണക്കേട് തരാറുണ്ട്. ഇതെങ്കിലും എനിക്ക് മര്യാദയ്ക്ക് ഇന്ന് പോസ്റ്റ് ചെയ്യണമെന്നുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കുറേ ആയാലും ഒരു വീഡിയോ ഇട്ടിട്ട്, അതുകൊണ്ടാണ് ഇതെനിക്ക് പോസ്റ്റ് ചെയ്യണമെന്ന് വല്ലാത്തൊരു ആഗ്രഹമുണ്ട്. പറ്റിയാൽ ഞാനിത് ചെയ്യും, ഇല്ലെങ്കിൽ ഇതും ഞാൻ ഡിലീറ്റ് ചെയ്യും. ഈ ഓണം എന്നൊക്കെ പറയുമ്പോൾ അത് നാട്ടിലുണ്ടായാലേ രസമുണ്ടാവും. ഇവിടുത്തെ ഓണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടുത്തെ ഓണം എങ്ങനെയാണെന്ന് അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ വിഷുവൊക്കെ ഇവിടെയായിരുന്നു. അതുപോലെ ഓണം ഇവിടെ തന്നെ സങ്കടമുണ്ട്. പക്ഷേ എനിക്ക് നെക്സ്റ്റ് ഓണം നാട്ടിലാവണം എന്നൊക്കെ നോക്കാം. പറ്റിയ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഓണം നാട്ടിൽ കൂടും. പിന്നെ ഞാൻ എൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി ഇന്നൊരു വെറൈറ്റി പഠിക്കാൻ വെച്ചു. എൻ്റെ അനിയത്തിൻ്റെ ഫ്രണ്ട്സ് കുറച്ചാൾ പറഞ്ഞു ചിന്നേച്ചിനോടൊന്ന് പോണിട്ടയിൽ ട്രൈ ചെയ്യാനൊന്ന് നോക്കാൻ. അപ്പോൾ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ നല്ല മുട്ടച്ച് കുട്ടിയെ പോലെയുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട് നിങ്ങൾ മോശമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല, എന്നാലും പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു. പിന്നെ എൻ്റെ വീഡിയോ വന്ന കുറേ ആൾക്കാർ ചോദിച്ചു ഇവിടെ നമുക്ക് കുറി വെക്കാൻ പറ്റുമോ, ചന്ദനം വെക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അമ്പലത്തിൽ എപ്പം പോലെ ഉണ്ടോ. ഇവിടെ എൻ്റെ അറിവിൽ ചന്ദനം വെക്കുന്നതിന് അത്ര പ്രശ്നമൊന്നും ഇല്ലാവുന്നു. ഇതുവരെ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടാ. ഇനി ഭാവിയിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല ഈ വീഡിയോ കണ്ടിട്ട്. പക്ഷെ ഞാനിപ്പം കുളിച്ചാൽ ചന്ദനം വെക്കലുണ്ട്. പക്ഷേ നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല, ഞാനിപ്പം തല കുളിക്കാത്ത ഒരാളാണ്. പക്ഷെ ഞാൻ കുളിച്ചാൽ ചന്ദനം വെക്കും. അപ്പോൾ ഇന്നത്തേക്ക് എന്തായാലും അത്രയില്ലോ. ഞാൻ ബസ്സിന് വെയിറ്റ് ചെയ്യുമെന്ന് നോക്കാം. ഇനി അടുത്ത വീഡിയോ ഒക്കെ വരുമോ? നാളെ എന്തായാലും എനിക്ക് ലീവാണ്. പറ്റിയാൽ ഞാൻ നാളെ ഒരു വീഡിയോ എടുക്കാം. ചിലപ്പോൾ ഉറപ്പില്ല എൻ്റെ കാര്യത്തിൽ ഇങ്ങനെ പോയാൽ. പണ്ടല്ല ഞാൻ കറക്റ്റായിട്ട് വീഡിയോ എടുക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അന്നേരമല്ല ഞാൻ തോന്നും വീഡിയോ കൂടിപ്പോയി എടുത്തതെന്ന്. ഇപ്പം ഞാൻ ഒട്ടും വീഡിയോ എടുക്കില്ല, ശരിയാക്കാം. അപ്പോൾ ഇന്നത്തേക്ക് എന്തായാലും അത്രയില്ലോ. എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ വേണമെങ്കിൽ ചെയ്തോ. പക്ഷേ റീപോസ്റ്റ് ചെയ്യാൻ നല്ലതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സും കൂടെ കാണട്ടെ എൻ്റെ വീഡിയോ ഒക്കെ. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് എന്തായാലും അത്രയില്ലോ. എല്ലാവർക്കും ഇപ്പോഴെൻ്റെ അഡ്വാൻസ് ഹാപ്പി ഓണം. നമുക്ക് ഓണത്തിൻ്റെ വീഡിയോ എന്തായാലും ഓണത്തിൻ്റെ വീഡിയോ ഞാൻ ഉറപ്പായിട്ട് എടുക്കും. കാരണം എൻ്റെ ഇവിടുത്തെ ഓണം എങ്ങനെയാണ് നിങ്ങൾ കാണിച്ചത് അതുകൊണ്ട്. അപ്പോൾ എൻ്റെ ബസ് എന്തായാലും വന്നു. അപ്പോൾ ഇന്നത്തേക്ക് എന്തായാലും അത്രയിലും.